ലൈറ്റ് ഇടണോ? ബസ് കിട്ടൂലേ? അപ്പോൾ പത്തിരീൻ്റെ അളവും തെറ്റി, വെള്ളവും കുളയി, ആകെ പത്തിരി ആകെ പൊരിച്ച പത്തിരീൻ്റെ സ്റ്റൈലായിപ്പോയി. നോക്ക്, നല്ല പാമ്പട്ടുണ്ടെങ്കിലോ. അമ്മ നോക്കിട്ടോ. സെറ്റ്. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി നമ്മളൊരു മോർണിംഗ് വ്ളോഗൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതെന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ മോർണിംഗ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇമാതിരി സാധനങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ എന്താവും എന്നറിയില്ല, ബട്ട് സ്റ്റിൽ എന്താണ് എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് ഉള്ളത്. മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ ചെടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, മഴയൊക്കെ കിട്ടിയോണ്ടാവും. ഇതൊക്കെ അമ്മേൻ്റെ ചെടികളാട്ടോ. ഇവിടെ നമ്മളെ വീട്ടിൽ മൊത്തം ഇലച്ചെടികളാണ് ഉള്ളത്. അതല്ലാണ്ട് ഈ പൂവുള്ള ചെടികളൊക്കെ ഭയങ്കര റയറാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ ഈ ചെടികളുടെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ചെടി മാത്രമല്ല കേട്ടോ, ഇവിടെ സപ്പോട്ട, മാങ്ങ, ചക്ക എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഈ സപ്പോട്ട നമുക്ക് ഇതുവരെ തിന്നാൻ പറ്റില്ല. കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ എപ്പോഴും വവ്വാല. അപ്പം ഇനി ഇപ്പോൾ പേടിച്ചിട്ട് നമ്മൾ തിന്നാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ പല്ലൊക്കെ തേച്ച് ഞാനിങ്ങനെ കൊലായിൽ വന്നിരിക്കുമ്പം അമ്മ നല്ലൊരു കട്ടൻ ചായ കൊണ്ട് തിന്നു കേട്ടോ. ഇപ്പം കട്ടനിൽ നമ്മൾ മധുരമൊന്നും ഇടലില്ല. അപ്പം മധുരം കട്ടൻ ചായ എനിക്ക് എങ്ങനെയാണ് കുടിക്കുക എന്നൊക്കെ പണ്ടൊരു കൈൻഡ് ഓഫ് തോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ മധുരടാണ്ട് കട്ടൻ ചായ കുടിച്ച് പിന്നെ ഇതിൽ മധുരം ഇട്ടാലാണ് നമുക്ക് ആ ഒരു ഇടങ്ങേറ് പിടിച്ച ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നല്ലൊരു കട്ടനൊക്കെ അടിച്ച് നമ്മളിങ്ങനെ അമ്മയോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നമുക്ക് ഇങ്ങനെ വർത്താനം മാത്രം പറഞ്ഞിരുന്നാൽ പോരാ, നമുക്ക് വർക്കിന് പോകാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പറയണ കേട്ടാൽ തോന്നുന്നു ഞാനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല കേട്ടോ, അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇന്നും അമ്മയാണ് ഫുഡ് ഉണ്ടാക്കുക. ഇന്ന് ഞാൻ വന്ന് വീഡിയോ എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഇതൊന്നും ഇവിടെ കിടന്ന് ചൂടാവട്ടെ. പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതിന് പാരലായിട്ട് നമ്മൾ ഇത്രയും എമൗണ്ട് ഓഫ് പച്ചക്കറി എടുത്തിട്ടുണ്ട് ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് വിചാരിക്കേണ്ടാവും എന്തുകൊണ്ട് ഇത്ര കുറച്ച് പച്ചക്കറി എടുത്തതെന്നുള്ളത്. കാരണം നമ്മൾ വീട്ടിൽ ജനസംഖ്യ കുറവല്ലേ, ആകെ 3 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര മതി കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പത്തിരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പം എഗെയിൻ ഇത് നല്ലോണം ഒന്ന് റെഡിയാക്കിയിട്ട് അതവിടെ വെക്കുക, ചൂടൊന്ന് പോട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുക്കർ സെറ്റാക്കി വെച്ച് ഇതിലേക്ക് കുറച്ച് എമൗണ്ട് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മളുടെ പച്ചക്കറികൾ, അതായത് തക്കാളി, പിന്നെന്താണ് ഉരുളക്കിഴങ്ങ്, ഉള്ളി, കാണുന്നുണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ കുക്കറിലേക്ക് ഇടുക. നല്ലോണം ഒരു ഓയിലിട്ടിട്ട് നല്ലോണം കടുകുവറ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ പരിപാടി വന്നിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് കുറച്ച് എമൗണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം എന്ത് ചെയ്യാമെന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യണേ. ഇനി ഇതിലേക്ക് തന്നെയായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗെയിൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം മാത്രം പോരാ, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഉപ്പും വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുക്കറൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വിസിലും ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് വെക്കുക. അതൊന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. ഓക്കെ, അപ്പം ആ ടൈം കൊണ്ട് നമുക്കിനി എന്താ പണിയെന്ന് വെച്ചാൽ നേരത്തെ നമ്മളുടെ പത്തിരി ആ ഒരു കുഴച്ച് വെച്ച സാധനം ചൂട് മാറാൻ വേണ്ടി വെച്ചല്ലോ. ഇനിയാണ് നമ്മളുടെ അടുത്ത പണി വന്നിട്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയും, പത്തിരി എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ മോർണിംഗ് വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കംപ്ലീറ്റ് പണി അമ്മയാണ് ചെയ്യണത്, ഞാൻ വീഡിയോ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആസ് യൂഷ്വൽ. അപ്പം ഈ ഒരു സംഭവം നമ്മളിതുപോലെ ചെറിയ ഉണ്ടകളാക്കി വെക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ക്യാമറയൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചാൽ എന്താ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് ഇന്നിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ മാതിരിയൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് ഇത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല അമ്മ എടുത്ത പത്തിരീൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറിപ്പോയി. അതായത് ഭയങ്കര കുറച്ച് എമൗണ്ട് എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ 5 or 6 പത്തിരിയെ ചൂടാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ. കാരണം അമ്മ എടുത്ത ആ കണക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറിപ്പോയി. മറ്റ് മര്യാദയ്ക്ക് അമ്മ കറക്റ്റ് കണക്ക് പ്രകാരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണതേനു. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് മൊത്തത്തിൽ ഒരു പ്രശ്നമായിപ്പോയി കേട്ടോ. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല കഴിച്ച്. നമ്മൾ അതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന് പാരലായിട്ട് നമ്മൾ പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ബാജിയൊക്കെ റെഡി ആയിട്ടോ. ഇനി ഇതാ നമുക്ക് പത്തിരിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം ഇതുമാതിരി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് അമ്മ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും എമൗണ്ട് ഓഫ് പത്തിരിയാണ് നമുക്ക് നമ്മളുടെ എന്താണ് ആ ഒരു എടുത്ത പൊടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് കേട്ടോ. അത് കുറച്ച് കുറവായിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പത്തിരിനെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ച പത്തിരിനെ നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് സ്മിയർ ചെയ്ത് കൊടുത്ത് ഇനി ഇതാ പത്തിരി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്ന സാധനമാണ് പത്തിരി എന്നുള്ളത്. അത്ര വലിയ പുതുമുള്ള കാര്യമല്ല, ബട്ട് സ്റ്റിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് മോർണിംഗ് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കറീൻ്റെ കാര്യം ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ പത്തിരീൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാൻ തക്കോണം ഉണ്ടേനും. അപ്പം കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ മതിയും അത്യാവശ്യം നല്ല കാണാൻ കൊള്ളാം, ടേസ്റ്റും കൊള്ളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അബി രാവിലെ തന്നെ ക്യാമറയും തൂക്കി വന്നപ്പോൾ പത്തിരീൻ്റെ അളവും തെറ്റി, വെള്ളവും കുളയി, ആകെ പൊരിച്ച പത്തിരീൻ്റെ സ്റ്റൈലായിപ്പോയി. അല്ലാതെ എൻ്റെ റൂട്ടിന് ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, അളവും തെറ്റി, ആകെ കുറച്ച് അളവായിപ്പോയി എടുത്തത്. പക്ഷെ കറിയെല്ലാം കുഴപ്പമില്ല. ഇതാദ്യമായിട്ട് പത്തിരി ഇങ്ങനത്തെ അവസ്ഥയായി പോയത്. സാരില്ല. അങ്ങനെ കഴിച്ച് നമ്മളെ പത്തിരിയും കറിയും റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് ആ ടൈമിലാട്ടോ കഴിച്ചത്. അപ്പോൾ ഞാനും അമ്മയും കഴിച്ചിട്ടില്ല, കാരണം നമുക്ക് ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അമ്പു നോക്ക്, മുരിങ്ങയില പറിച്ചു തരാം. അതെന്താ ഇങ്ങനെ ഇങ്ങോട്ടാ പോണേ? ഓ ഇങ്ങോട്ട് പോകുന്നോണ്ടാണ് ഇങ്ങനെ. അതിന് മാത്രം മഴയൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഒരു പേരിന് കൊടക്കെടുക്കുന്നേ. ഇവിടെ മൊത്തം കാട് പിടിച്ചു, കാരണം മഴ കൊണ്ട്. നല്ല പാമ്പട്ടുണ്ടെങ്കിലോ. അമ്മ നോക്കിട്ടോ. അപ്പം അങ്ങനെ അമ്മ ഭയങ്കര അതിസാഹസികമായി നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മുരിങ്ങ ഇല അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മഴ പെയ്തതിന് ശേഷമാണ് ഇങ്ങനെ കാടായത്. നമ്മൾ മര്യാദയ്ക്ക് വൃത്തിയിലൊക്കെ കൊണ്ടു നടക്കണേനും. പക്ഷേ മഴ പെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കാടായി. ഈ മരം ഉണ്ടല്ലോ, ഈ മുരിങ്ങേൻ്റെ ഈ മരത്തിന്മേലൊക്കെ വേറെ എന്തെല്ലോ ചെടികളൊക്കെ ഇങ്ങനെ പിടിച്ച് അതിനകത്ത് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങ ഇല പറിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ കർക്കിടകത്തിന് മുന്നേ ഇത് തിന്നണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇത് എടുത്തിട്ട് പറിച്ചു കൊണ്ടുപോകുന്നത്.
അപ്പം മുരിങ്ങേൻ്റെ ഇല പറിച്ച സ്ഥിതിക്ക് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപ്പേരി വെക്കലാട്ടോ. എനിക്കറിയില്ല നിങ്ങൾ എത്ര ആൾക്കാർ ഇതിൻ്റെ ഇലേനെ കൊണ്ട് ഉപ്പേരി വെക്കുന്നുള്ളത്. ഇത് കോമൺ ആയിട്ടുള്ളൊരു സാധനമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് കോമൺ ആയിട്ടുള്ള സാധനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോമൺ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഇലയിനെ വെച്ചിട്ട് ഈ പറയുന്ന ഉപ്പേരിയൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമ്മളെ നാട്ടിൽ പണ്ട് തൊട്ടേ ഇതിൻ്റെ ഇലേൻ്റെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും ഇതിൻ്റെ ഇല എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കലുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് കഴുകി വെക്കണം. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളതായതുകൊണ്ട് ഈ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കഴുകുക. പിന്നെ അതുപോലെ ഉള്ളി, തേങ്ങ, മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒന്ന് ജസ്റ്റ് ഗ്യാസ് ഓണാക്കുക. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളുടെ ചീനച്ചട്ടി അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് അധികം എന്താ പറയുക ഓവറായിട്ട് ഇടാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇത്ര ഇല നമ്മൾ കാണുമ്പോൾ ഉണ്ടെങ്കിലും അത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോകും കേട്ടോ. അങ്ങനെ ഭയങ്കര കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നല്ലോണം ഇതുമാതിരി മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചൂടാക്കാൻ വെച്ചല്ലോ ഒരു സാധനം, അതിനകത്തേക്ക് ഈ പറഞ്ഞ മിക്സ് നല്ലോണം മിക്സാക്കി വെച്ചത് അതിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ആ ഒരു ഓയിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത പണി വന്നിട്ട്. പിന്നെ അതിൻ്റെ മുന്നേ പറയാൻ മറന്നുപോയി, ഈ പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് ഇടണം ഗൈസ്. കടുക് ഇട്ടില്ലെങ്കിലും ഇട്ടുണ്ടെങ്കിലും എന്താ വ്യത്യാസം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കടുക് ഇടുന്നത് നല്ലതാണ്, പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുമെന്നൊക്കെയാണ് അമ്മ പറയൽ കേട്ടോ. എനിക്ക് കടുക് സ്വതവേ എനിക്കിഷ്ടമല്ല. അപ്പം അങ്ങനെ, പക്ഷെ നമ്മളെ വീട്ടിൽ അമ്മ ഈ കടുകൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് ഈ ഉപ്പേരിയും സാധനങ്ങളൊക്കെ സെറ്റാക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉപ്പേരി ഇതിനകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ രാവിലത്തെ അതായത് പത്തിരിപ്പണി കഴിഞ്ഞു. ആൻഡ് എന്താ പറയുക ബാജിക്കറി ഉണ്ടാക്കി. ഉപ്പേരി ഇപ്പോൾ റെഡി ആവും കേട്ടോ. ഒന്ന് കുറച്ചേരം കൂടെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുരിങ്ങ ഇല ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല നമ്മൾ പത്തിരി വെച്ചപ്പോൾ എണ്ണം കുറഞ്ഞു എന്നുള്ളത്. അപ്പം പിന്നെ അമ്മ പറഞ്ഞു നമുക്കൊന്ന് പുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയിട്ട് അതിലേക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചിട്ട് അത് അവിടെ അങ്ങനെ വെക്കുക. ഓക്കെ, കുറച്ച് നേരം അത് ആ ഒരു പാത്രം അങ്ങനെ വെക്കുക. അതായത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ എന്താ പറയുക പാത്രം കുറച്ച് നേരം അങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുട്ടും കുറ്റി ഉണ്ടല്ലോ, പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ കുറച്ച് എമൗണ്ട് ഈ എന്താ പറയുക ഈ പുട്ടിൻ്റെ പൊടിയും പിന്നെ അതുകൂടാണ്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അറിയാലോ ആ ഒരു പരിപാടി. ഇത് കേരളത്തിൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് പോവുക. ഇട്ടതിന് ശേഷം നമ്മൾ പുട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പത്തിരി ഉണ്ടാക്കി, ബാജി ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി. അങ്ങനെ പുട്ടൊക്കെ വളരെ ഫാസ്റ്റായിട്ട് അമ്മ ഉണ്ടാക്കി കേട്ടോ. പിന്നെ അമ്മ ഭയങ്കര ഫാസ്റ്റായിട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പും കൂടി അമ്മ തരുന്നില്ല. അതാണ് വേറെ ഒരു സീൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പുട്ടും റെഡിയായി. അപ്പം ഞാൻ പുട്ടാണ് കഴിച്ചത്, പുട്ടും ബാജിയാണ് കഴിച്ചത്. അച്ഛൻ വന്നിട്ട് പത്തിരിയും ബാജിയും കഴിച്ചു. അപ്പം പത്തിരി പിന്നെ ആകെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയുള്ളതിനു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അളവൊക്കെ തെറ്റി ആകെ മൊത്തത്തിൽ പ്രശ്നമായിപ്പോയി. അപ്പോൾ അങ്ങനെ നല്ല പുട്ടും ബാജിക്കറിയാണ് ഞാൻ കൂട്ടി കഴിച്ച്. പിന്നെ നമുക്കിങ്ങനെ കഴിച്ചിരുന്നാൽ മാത്രം പോരാ, ഇന്ന് എനിക്ക് വർക്ക് ഉണ്ട് കഴിച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഞാൻ പോയി മാറ്റി റെഡിയായി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങാൻ നിന്ന സമയം തന്നെ ഭയങ്കര മഴയാണ് കഴിച്ചത്. അപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ അച്ഛനാണ് എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നത്. പിന്നെ മഴ പെയ്താലും ഇല്ലെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് പോകാനൊക്കെ ഭയങ്കര ചടങ്ങുള്ള പരിപാടിയാണ്. ഞാൻ അച്ഛനെ കൂടെ തന്നെയാട്ടോ പോകല് ബസ് സ്റ്റോപ്പ് വരെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ അത്യാവശ്യം നല്ല മഴ പെയ്യുണ്ട്. ഈ മഴയത്തൊക്കെ പോകുന്നത് തന്നെ ഭയങ്കര ഇടങ്ങേറ് പരിപാടിയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് മഴയുള്ള സമയത്ത് പുറത്തിറങ്ങാനേ തോന്നില്ല. ഇന്നൊന്ന് രാവിലെ എണീക്കാൻ തന്നെ വയ്യേനി, മഴയും തണുപ്പൊക്കെ ആയിട്ട് ആകെ ഭയങ്കര മടിയായിപ്പോയി ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞാൻ നേരെ നമ്മളെ കോഴിക്കോട് ബസ് കയറിയിട്ട് ഓഫീസിലേക്ക് പോകും കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ വന്നിട്ട് മോർണിംഗ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് കയറി ഒന്ന് വേറെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.